ഹായ് ഫ്രണ്ട്സ്, എനിക്ക് തണ്ണിമത്തൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഞാനൊരു നല്ല വിഭവം ഉണ്ടാക്കാനാണ് ഒരുങ്ങുന്നത്. നമ്മൾ തണ്ണിമത്തൻ കഴിക്കാനായിട്ട് അതിൻ്റെ ചുവപ്പ് ഭാഗമൊക്കെ എടുത്തിട്ട് ബാക്കി വലിച്ചൊരേറാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി ഇത് കണ്ടു കഴിഞ്ഞാലെങ്കിലും നിങ്ങളങ്ങനെ എടുത്ത് കളയാതിരിക്കുക. ഇതിൻ്റെ പുറംചട്ടയ്ക്ക് നല്ല യൂസുണ്ട്, ഗുണവുമുള്ള സാധനമാണ്. ഇതൊന്ന് കട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് ഈ മാതളമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജ്യൂസിന് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ഈ നമ്മൾ കളയുന്ന ഒരു സാധനമുണ്ടല്ലോ, പുറന്തോട്. ആ പുറന്തോട് എങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഇത് നമ്മൾ പുറന്തൊലി മാത്രം കട്ട് ചെയ്യുക. എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. പച്ചത്തൊലി അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ആ വെള്ള ഭാഗമില്ലേ, അതാണ് നമ്മളിപ്പോൾ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാം. നമ്മളിപ്പം തക്കാലം ഒരെണ്ണം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും, കണ്ട. അപ്പം നമ്മൾ മാക്സിമം ഈ റെഡിഷ് ഭാഗമെല്ലാം അങ്ങ് മാറ്റിക്കളയുക. കളയണ്ട, ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ വൈറ്റ് മാത്രമായിട്ട് മാറി. നമ്മളിതിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വെറൈറ്റീസ് എൻ്റെ ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പം കണ്ടില്ലേ, ഇത് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇതിനി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ തോടെല്ലാം പച്ചത്തോട് തെറ്റിച്ച് കളഞ്ഞു. ബാക്കി ആ വൈറ്റ് കളറിലെല്ലാം നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു പിക്കിളാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു പിക്കിളാണ്. ഇനി അത് നമുക്ക് തയ്യാറാക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണ്. കുറച്ച് മതി. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിനും ഇടാം. ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ കായമാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാറിനൊക്കെ കായമാണ് മുന്തി നിൽക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ കടുക് പൊട്ടിച്ചതാണ് ഇടുന്നത്. പച്ചക്കടുകാണ്. പച്ചക്കടുക് ഇടുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മത്തൻ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം. വേവരുതൊരിക്കലും. ഇപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള തണ്ണിമത്തൻ തോട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ശകലം കടുക് പുറമേ ഇടാം, ഒരു ഡെക്കറേഷന് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ ബൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി തണ്ണിമത്തനൊക്കെ വീട്ടിൽ എടുക്കുമ്പോൾ ഈ തോട് വലിച്ചെറിയരുത്. നമുക്കതുകൊണ്ട് പല ഡിഷും ഉണ്ടാക്കാം. ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിനി തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലിട്ട് വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.